മഞ്ജു എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മഞ്ജുവിനും ബിജുവിനും അളിയനെ നോക്കാൻ പറ്റില്ല അല്ലേ? നോക്കാൻ പറ്റാഞ്ഞിട്ടൊന്നല്ല, അച്ഛനമ്മ ഒന്നല്ലല്ല, ഭർത്താവിൻ്റെ ചേട്ടനല്ലേ. അതിനൊക്കെ ഒരു പരിധി ഉണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല എന്തായാലും. അവസാനം എൻ്റെ അളിയൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ച് ചണ്ടിയായപ്പോൾ ഇപ്പം അളിയനെ വേണ്ടല്ലേ നിങ്ങൾക്ക്? അവള് പറയണതിൽ കാര്യമില്ല അളിയ. ഇവിടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിള്ളേരുണ്ട്, കുടുംബത്തെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരെ നോക്കണം. ഇപ്പം എന്നെയോ അച്ഛനോ അമ്മയോ നോക്കണ പോലെ അല്ലല്ലോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ നോക്കാന്ന് പറഞ്ഞാൽ. അതിനൊക്കെ ഒരു പരിധിയില്ലേ. ഇത് പറയാനാണ് ഞാൻ അളിയനെ വിളിച്ചു വരുത്തിയത്. അവള് പുറത്തുനിന്ന് കയറി വന്നൊരു പെണ്ണല്ലേ. ഞാനിതൊക്കെ കേൾക്കണോ അളിയ? ഇവന് 10 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടത്. അത് കഴിഞ്ഞ് അവനെ നോക്കി വളർത്തിയതൊക്കെ ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു അവള് വന്നു. അളിയൻ്റെ പെങ്ങളിവിടെ വന്നു. അവളും ഞാനും അവനെ ഒരു വ്യത്യാസമില്ലാണ്ട് മക്കളെ പോലെയാണ് അവൾ നോക്കിയത്. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല അളിയൻ ഈ പറയണത്. എൻ്റെ പെങ്ങൾ വന്ന് കയറിയ ശേഷവും അവനെ മോനെ പോലെയും അവനെ അമ്മനെ പോലെയല്ല കരുതിയിരുന്നത്. പിന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കാണെങ്കിൽ ദൈവം മക്കളെ തന്നില്ല. ഇവരെ ഞങ്ങളുടെ മക്കളെ പോലെയാണ് ഞങ്ങൾ കൊണ്ടുനടന്നിരുന്നത്. അവള് പോയപ്പോൾ എൻ്റെ ചിറകൊടിച്ചു പോയി അളിയ. അളിയൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് കൂട്ടാക്കാണ്ടിരുന്ന എന്താണെന്ന് പറയാം അളിയന്. മറ്റൊരു പെണ്ണിവിടെ കയറി വന്നാൽ ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിന് അത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ കൂട്ടാക്കാണ്ടിരുന്നത്. അവൾക്ക് പകരം അവൾ മാത്രമേ ഉള്ളൂ അളിയ. അവൾ മാത്രമേ ഉള്ളൂ. വേറൊരാളെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അവിടെ. അവൾ മരിച്ചു കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഫുള്ള് ചെലവും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. എനിക്കിപ്പോൾ സുഖമില്ലാണ്ടായപ്പോൾ എനിക്ക് പണിക്ക് പോകാനും പറ്റില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്നെ വേണ്ട. എൻ്റെ ചേട്ടാ, പണ്ടത്തെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുടുംബം ജീവിച്ചു പോകാനായിട്ട് നല്ല ചിലവുണ്ട്. ഞങ്ങൾക്കും പിള്ളേരൊക്കെ ഉള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവള് കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലല്ലേ. അവൾ പറഞ്ഞതൊക്കെ കാര്യമല്ലേ. കുടുംബം ജീവിച്ചു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ചേട്ടനിപ്പോൾ മാസത്തിൽ നല്ലൊരു കാശ് മരുന്നിനാവുണ്ട്. അളിയനൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു വൃദ്ധസദനം നോക്കിയിട്ട് അവിടെ കൊണ്ട് നാക്കാൻ നോക്ക്. എന്നെ കൊണ്ടായ പോലെ മാസത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചെയ്യാം. നിർത്തണ ബിജു. നിന്റെ ചേട്ടൻ എൻ്റെ പെങ്ങള് മരിക്കുന്നവരെ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ട്. നിന്റെ ഒന്നും ഒരു ഔദാര്യം എനിക്ക് വേണ്ട. അളിയൻ എന്തിനാ നാണം കെട്ട് ഇവിടെ എങ്ങനെയാണ് ജീവിക്കണത്? യുവന്മാരൊക്കെ മോന്തം കണ്ടിട്ട്. അളിയൻ എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ മരിക്കുന്നവരെ ഭംഗിയായിട്ട് അളിയനെ നോക്കാം. ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ള വെച്ച് തന്നെയാന്ന്. വാ, എഴുന്നേൽക്കളിയാ, എൻ്റെ വീട്ടിലേക്ക് വാ. ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട.